ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് വെരി വെരി സിമ്പിളാണ്. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സിമ്പിൾ കാര്യം ആദ്യം അങ്ങോട്ട് പോരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ട് ഒരു വൈറ്റ് ടോപ്പ് മുന്നോട്ട് എടുത്തേക്കാണ്. ഇത് വെറും 3 പൗണ്ട് എനിക്ക് ആയിട്ടുള്ളൂ. നാട്ടിലെ അബൌട്ട് ഒരു 300 രൂപ അല്ലെങ്കിൽ ഒരു 250 രൂപയ്ക്ക് ആയിട്ടുള്ളൂ ഈ ടോപ്പിന്. പക്ഷെ നല്ല ഫാബ്രിക് ആയിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫുൾ സ്ലീവ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് എംബ്രോയിഡറി ഫ്ലവറും അതിന് നടുക്കൊരു കുഞ്ഞു ബീഡ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ കളി. ഓക്കെ, അപ്പം ഈ വൈറ്റ് ടോപ്പിലേക്ക് ഞാൻ ഈ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ വരും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ 6 ഫ്ലവേഴ്സ് ആണ് ഉള്ളത്. ഇത് വളരെ ചീപ്പറായിരുന്നു. എനിക്കൊന്ന് ഞാൻ പേ ചെയ്തത് 1 പൗണ്ട്, ഒരു 100 രൂപയോളം ആയിട്ടുണ്ട്. ഈ 6 ഫ്ലവറിന്. ഇവിടെ ആയതുകൊണ്ട് ഇത്ര വില. നിങ്ങൾക്ക് നാട്ടിൽ ഇതിൽ വിലക്കുറവ് കിട്ടും കേട്ടോ. ഇവിടെ എല്ലാത്തിനും വിലയാണ്. നമുക്ക് ഒന്നുകിൽ ഇതിനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് പിടിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. എന്തായാലും ഞാനിതിനെ ജസ്റ്റ് നിങ്ങളെന്ന് കാണിച്ചു തരുന്നു. അതിനുശേഷം ഞാനിതിനെ തയ്ച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഇടയിൽ നമുക്ക് വേറൊരു വർക്ക് ചെയ്തു. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ സീക്വൻസ്. ഇവിടെ പല കളറിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ സീക്വൻസ്. ഇവിടെ പല കളറുകളിൽ സീക്വൻസ് കിട്ടും. നിങ്ങൾക്കറിയാം എല്ലാ തരത്തിലുള്ള സീക്വൻസ് അവൈലബിൾ ആണ്. എന്തായാലും ഞാൻ ഓർത്തു ഈ കളർ ഉപയോഗിക്കാമെന്ന്. നല്ലൊരു കോൺട്രാസ്റ്റ് കളറ്, ഭംഗിയുണ്ട് ഇത് കാണാൻ. ഒരു പിങ്ക് ആണോ അതുമല്ല, ഒരു മിക്സ് കളറായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പിങ്കിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓരോ പൂവുകളുടെ ഇടയിലും ഒന്ന് തുന്നി പിടിപ്പിക്കാൻ പോകണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇൻ ബിറ്റ്വീനാണ് തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിലേക്ക് തുടക്കം ഇവിടെ കുറിക്കുകയാണ്. കാണാവോ നിങ്ങൾക്ക്? ഒരു ഇതെടുത്തു, കോർത്തു, ഇതുണ്ടോ, കോർത്തു. എന്നിട്ട് ഞാനൊരു മുത്ത് വെച്ചു. എന്നിട്ട് വീണ്ടും ആ സീക്വൻസിൻ്റെ ആ ഹോളിലേക്ക് തന്നെ നമ്മൾ സൂചി വീണ്ടും ഇറക്കി. ഇതാ കണ്ടോ? എന്നിട്ട് വീണ്ടും നമ്മൾ വേറൊരെണ്ണം അതിനോട് അടുത്ത് തന്നെ നമ്മൾ പിടിപ്പിക്കാൻ പോവാണ്. നമ്മൾ ഇതിനൊരു ഫ്ലവർ മോഡലിലാണ് ഇതിനെ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ടോ? സീക്വൻസിനെ നമ്മളൊരു ഫ്ലവർ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇനി നമ്മൾ തന്നെ എടുക്കും. വീണ്ടും അടുത്ത് ഇതുപോലെ തന്നെ ഒരാളും കൂടെ കോർക്കുക. അപ്പോൾ 3 പേര് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ളൊരു ഫ്ലവർ കിട്ടും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? നല്ലൊരു ഫ്ലവർ അവിടെ ഫോം ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ഫ്ലവർ ചെയ്യാൻ പോവാം. ഇതാ ഇതുപോലെ നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പം അവനവിടെ നല്ല ഭംഗിയായിട്ടിരുന്നോളും. കണ്ടോ? മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഒരു ഫ്ലവർ ഇൻ ബിറ്റ്വീൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം എല്ലാവരും തന്നെ ചെയ്തോണം. ഇതൊക്കെ എന്നാ ഈസി ആയിട്ടുള്ള എംബ്രോയിഡറി ആണെന്ന് നോക്കി. ഇത് ചെയ്ത് കഴിയുമ്പം വരുന്ന ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര രസമല്ലേ. എന്നാ ഈസി, എല്ലാവർക്കും ചെയ്യാം. എനിക്കൊന്ന് കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാവുന്ന രീതിയിലത്തെ എംബ്രോയിഡറികളാണ്. നിങ്ങൾക്ക് ഈ ഫ്ലവർ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഫ്ലവേഴ്സ് ചെയ്യാം. ഓക്കെ, ഒരാൾ ഉറച്ചിട്ടുണ്ട്. ഇനി എന്നെ എടുക്കും നമ്മൾ അടുത്തതാ വീണ്ടും ഇതുപോലെ തന്നെ തൊട്ടടുത്ത ഒരാളെ പിടിപ്പിച്ചു കൊടുക്കുക. കണ്ടോ? ഒരാളെയും കൂടെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ നമുക്കറിയാമല്ലോ, 3 എണ്ണം വെക്കുമ്പോഴേക്കും ഒരു ഫ്ലവർ മോഡലിൽ എത്തും. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് എന്തായാലും തെറ്റാൻ പോകുന്നില്ല. അടുത്തടുത്ത് തയ്ക്കുക. ഒന്ന് തയ്ച്ചൊരു മിസ്റ്റേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത്ര അടുത്ത പോരാ, ഇച്ചിരി കൂടെ അടുക്കണമായിരുന്നു എന്നുള്ളതല്ലേ. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാമെന്നുള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കും ഇത്ര ഉള്ളായിരുന്നു എന്ന് ഓർക്കും. നോക്കി, അത് ചെയ്ത് വരുമ്പോൾ ഭംഗിയുണ്ടോ? ഫ്ലവറിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം പ്ലെയിന്, പക്ഷെങ്കിൽ ഇത് ചെയ്തപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഉടുപ്പ് മുഴുവൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ മുത്തുകൾ വെച്ച് കൊടുത്തു. എന്നിട്ട് നേരെ ഓപ്പോസിറ്റിൽ ഇതുപോലെ തന്നെ വീണ്ടും ഞാൻ മുത്തുകൾ വെച്ച് കൊടുത്തു. കണ്ടോ? ഇപ്പോൾ 2 മുത്ത 1 പൂവ്, 2 മുത്ത 1 പൂവ്, ആ ഒരു ഇതിലാണ്, ഒരു പാറ്റേണിലാണ് ഞാനിത് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ സെറ്റ് ഇതിൻ്റെ ജസ്റ്റ് താഴെയായിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും ഞാൻ അതിനെ ലീവ് ചെയ്തുകൊണ്ട് ഞാൻ ഓർത്തു സീക്വൻസ് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പണിയും കൂടി ഇതേ കാണിച്ചാലോന്ന്. ഓക്കെ, കണ്ടല്ലോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ. ഇവരൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫാബ്രിക് ഗ്ലൂവിനെ തന്നെ അങ്ങ് പിടിച്ചേക്കാം. അവനെ നമുക്കിതാ ഇവിടെ ഇതിനെ നേരെ ഒന്നിട്ട് കൊടുക്കാം. ഇതാ കണ്ടോ? അവരെല്ലാം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക.
അത്ര ഞാൻ ഒട്ടിച്ചിട്ട് ഇതിനകത്ത് സ്വീക്കൻസിനകത്ത് ഞാൻ ഇച്ചിരിയുടെ ഡാർക്കർ കളർ, ഇതൊരു ഡാർക്കർ കളറാണ്, അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് 2 പേരുണ്ട് ഇവിടെ. ഓക്കെ, ഇതിനകത്തൊരാൾ വീണ്ടും ഇവിടെ ഇടണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഡാർക്കർ ഷെയ്ഡാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ഒരു സെറ്റ് മുത്തൂടെ വെച്ച് കൊടുക്കാം. പക്ഷെങ്കിൽ ഞാൻ ഓർത്തു ഒരു വ്യത്യാസം ആയിക്കോട്ടെ. ഇങ്ങനെയുണ്ട്. ഞാൻ എളുപ്പ വഴി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ തന്നെ. അപ്പോൾ നമ്മൾ ഇവരെ എല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ശകലം ഒന്ന് ലീവ് ചെയ്താൽ മതി, ഇവർ നല്ല സുന്ദരമായിട്ട് ഉണങ്ങിക്കോളും കേട്ടോ. നല്ല സുന്ദരമായിട്ട് റെഡി ആയിക്കോളും. ഇപ്പം കാണാൻ നല്ല ഭംഗി തോന്നില്ല. എന്നെ ഈസിയാന്ന് നോക്കിക്കേ. നിങ്ങളുടെ ഡ്രസ്സുകളിലൊക്കെ പിടിപ്പിക്കത്തില്ലേ, കുഞ്ഞിപ്പിള്ളേരുടെ ഉടുപ്പുകളിലൊക്കെ പിടിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലവറിന്റെ ജസ്റ്റ് താഴ്ഭാഗത്ത് മാത്രം ഗ്ലൂ ചെയ്തുകൊണ്ട് ഇതിനിങ്ങനെ പറന്ന് നിൽക്കത്തക്ക രീതിയിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് താഴെയാണ് ഇതിന് ഒട്ടിച്ചേക്കുന്നത്. എനിവേ ഇപ്പം തന്നെ കാണാൻ എൻ്റെ നല്ലൊരു ഭംഗി തോന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ ഒരുപാട് പരിപാടികളുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്തോണം കേട്ടോ. അപ്പം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം. എൻ്റെ വീഡിയോ സാധാരണ കാണുന്നവരാണെങ്കിൽ അല്ലേ, ഒന്നുകിൽ നമുക്ക് പേൾസോ കാര്യങ്ങളോ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഭംഗി കൂടും. ശരിയല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കിങ്ങനെ പേൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പം ഇതിന് കൂടുതൽ ഭംഗിയാവും. ഇപ്പം ഞാൻ അതുപോലെ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കാം. ഈ പൊളന്ന ടൈപ്പിലെ ഹാഫ് ആയിട്ടുള്ള പേൾസ് കിട്ടും. നമുക്ക് അതിനെ ഒന്ന് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കും. ഇത് കൂടുതൽ ഭംഗിയായിരിക്കും. ഞാൻ ഈ വെച്ചേക്കുന്നുണ്ടോ, അതായത് കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോന്ന് വെച്ച് കൊടുക്കാം. അവർക്കും ഇച്ചിരി സന്തോഷം ആയിക്കോട്ടെ. എന്ത് പറയുന്നു? ഇതെങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സ്ഥിരം ഇതല്ലേ നമ്മുടെ പണി. പേൾസ് ഒട്ടീര്, റൈൻ സ്റ്റോൺ ഒട്ടീര്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ കവി എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തുമ്പത്ത്, നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് ഒരു ശകലം ഗ്ലൂ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വന്ന് ഇങ്ങനെ ഇട്ട് നമുക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ എടുത്ത് ഓരോന്നിനും കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. നമ്മളതിനെ തൊടുമ്പം തന്നെ അത് വന്നിരുന്നോളും. ഭയങ്കര അനുസരണശീലമായി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ റെഡ് കളറിലെ റൈൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇത് തന്നെ വേണമെന്നോ ഒന്നുമില്ല. നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കുറേ ഐഡിയാസ് ഉണ്ടല്ലോ നമുക്ക്, അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്ത് തോന്നുന്നു? കാണാൻ ഭംഗിയില്ലേ? ഇത് ചെയ്യാൻ പറ്റാത്തായിട്ട് ആരാ ഉള്ളത് അല്ലേ? നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കുകളല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പശ ട്രാൻസ്പെറൻ്റ് ആണ്. ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊക്കോളും കേട്ടോ. ഇനിയിപ്പോൾ അപ്പടി പശ ഇരിക്കുന്നതെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ പെട്ടെന്ന് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഇവരെ എന്നും പിന്നെ കാണത്തില്ല. മഷിയിട്ട് നോക്കി ഇവരൊന്നും കാണത്തില്ല. ഇവരൊക്കെ ഡിസപ്പിയർ ആക്കിക്കളയും. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ റൈൻ സ്റ്റോൺ വെച്ച് കൊടുത്തു. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടമുള്ളിടത്തെല്ലാം റൈൻ സ്റ്റോൺ വെച്ച് താങ്ങിക്കും. ഞാനാ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം റൈൻ സ്റ്റോൺ വെച്ച് കൊടുക്കുക, പേൾസ് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ സീക്വൻസും ഒക്കെ വെച്ച് കൊടുത്തതിന് എത്രമാത്രം നിങ്ങൾക്ക് ഭംഗിയാക്കാൻ പറ്റുമോ അത്രമാത്രം ഭംഗിയാക്കുക. നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരുന്നിടം വരെ നമ്മുടെ റൈൻ സ്റ്റോണിനെയും നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല. ഈ വൈറ്റിലേക്ക് ഈ വർക്ക് വന്നപ്പോഴുള്ള ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ എത്രമാത്രം കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഇനി കുറച്ചേലും മടിയുള്ളവർക്കാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇച്ചിരി മടിച്ച് കോതകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും, എന്നെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ നല്ല വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം. പുതിയ ഐഡിയാസുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു, ബൈ.